ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നന്ദി, പലരോടും നന്ദി നിറഞ്ഞ ഹൃദയം സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ എന്തിനായിട്ട് നന്ദി അർപ്പിക്കണം എന്ന് ചോദിക്കും. പലതും നന്ദി അർപ്പിക്കാനുള്ളതാണ്. ജീവിതത്തിലെ എ ടു സെഡ് എഴുതിയാൽ തീരാത്ത വിധം നന്ദി അർപ്പിക്കാനുള്ള കാര്യങ്ങൾ പലരുടെയും ജീവിതത്തിലുണ്ട്. അപ്പോൾ അത് ചെറിയ കാര്യങ്ങളാകട്ടെ വലിയ കാര്യങ്ങളാകട്ടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ചിലപ്പോൾ ഒരു നന്ദി അർപ്പിക്കാനില്ലാത്ത ഒരാളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഒരു കാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ കാറുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കാറുണ്ട്, പക്ഷേ എനിക്ക് മറ്റുള്ളവരെക്കാട്ടി മുന്തിയ കാറില്ല. പക്ഷേ അദ്ദേഹത്തിനോട് കാറിന് നിങ്ങളുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ, നിങ്ങളുടെ മകനെ സ്കൂളിൽ കൊണ്ടുപോകണം, നിങ്ങൾക്ക് ഓഫീസിലേക്ക് പോകാം, നിങ്ങളുടെ ഭാര്യയെ കൊണ്ടുവിടാം, അങ്ങനെ നിങ്ങളുടെ വയസ്സായ മാതാപിതാക്കളെ ആശുപത്രിയിൽ കൊണ്ടുപോകാം, ഇങ്ങനെ നാനാവിധമായ ഉപയോഗങ്ങൾ അതിനെക്കുറിച്ച് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു കാറിനെക്കുറിച്ചുള്ള നന്ദിയാൽ അദ്ദേഹത്തിൻ്റെ ഹൃദയം നിറഞ്ഞു. അപ്പോൾ കാറില്ലാത്ത അനേകം ആൾക്കാരുണ്ട്, അതുപോലെ കണ്ണില്ലാത്ത ആൾക്കാരുണ്ട്, ചെവി കേൾക്കാത്ത ആൾക്കാരുണ്ട്, ലോകത്തിൽ പലതും ഇല്ലാത്തവരാണ് കൂടുതലും. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ മനസ്സിലും അതുപോലെ നിങ്ങളുടെ മറ്റുള്ള പരിസരങ്ങളിലും നന്ദി അർപ്പിക്കാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. നന്ദി അർപ്പിച്ച് തുടങ്ങുമ്പോഴൊക്കെ നിങ്ങളുടെ ജീവിതം പ്രശോഭിതമായിട്ട് തീരും. പലപ്പോഴും നന്ദിയും ഗ്രാറ്റിറ്റ്യൂഡാണ് ഉയർച്ചയ്ക്കുള്ള മുഖാന്തരവും.